New Hope TV, your encounter with God. John 3:6. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. Amen. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറകയാൽ ആശ്ചര്യപ്പെടരുത്. മതി. അപ്പോൾ അങ്ങനെ ആ ദൈവത്തിൻ്റെ ആത്മാവ് വഴി എനിക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഐ മസ്റ്റ് ബി ബോൺ ഇൻ ദ സ്പിരിറ്റ്. എങ്കിലേ ആ ലാംഗ്വേജ് ഓഫ് ദ സ്പിരിറ്റ് മനസ്സിലാവും. ഇവിടെ വന്നിട്ട് ആരെങ്കിലും ജർമ്മനിലോ വല്ല സംസാരിച്ച് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുമോ? അല്ലെങ്കിൽ സ്പാനിഷ്, ഐ ഡോണ്ട് നോ ഇഫ് യു ന്യൂ സ്പാനിഷ്. ഞാൻ പറയുന്നത് ഭാഷ. ചിലർ പറയല്ലേ ഇംഗ്ലീഷിൽ പറയും, ചിലർ ഇപ്പോഴത്തെ പുതിയ വി ആർ നോട്ട് ഓൺ ദ സെയിം പേജ് എന്ന് അല്ലേ. ഞാനൊരു കാര്യം പറയുകയാണ്, മറ്റേ വ്യക്തിക്ക് അത് ഒന്നെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സോ വി ആർ നോട്ട് ഓൺ ദ സെയിം പേജ് എന്ന് പറയുന്നത് പോലെയാണ്. നമ്മൾക്ക് ആത്മാവിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീയരായിരിക്കണം. അയ്യുന്നീ ആത്മീയർക്ക് മാത്രമേ ആത്മാവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ജഡികർക്ക് ജഡത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അയ്യുന്നീ നമ്മൾ ചിലപ്പോൾ ഇത് രണ്ടു ഭാഗം നോക്കും. രണ്ടു ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് വഞ്ചിയിൽ സഞ്ചരിക്കുന്ന വ്യക്തികളെ പോലെ നിങ്ങൾ മുങ്ങുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ ഒരു വെളിപാട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആത്മീയർക്ക് മാത്രമേ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. അത് വളരെ വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായം 9-10 വചനങ്ങൾ പറയുന്നുണ്ട്. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയ മനസ്സുകൾ ഗ്രഹിച്ചിട്ടില്ല എന്താണ് ദൈവം അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങളാകട്ടെ ആത്മാവിനാൽ വെളിപ്പെടുത്തി. പെട്ടെന്ന് വായിക്കാമോ? അത് ആത്മീയർക്ക് മാത്രമേ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വായിക്കേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത് ജഡത്തിൽ ജീവിക്കുന്നവർ, ജഡികർക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. അതല്ലേ നമ്മൾ പ്രാർത്ഥിച്ചത്, യാചിച്ചത്. എനിക്ക് യേശുവിനെ കാണണം, എനിക്ക് യേശുവിനെ ഒന്ന് കേൾക്കണം, എനിക്ക് ആ യേശുവിനെ ഒന്ന് ആസ്വദിക്കണം. ഇത് നമ്മളുടെ എന്നാ പറയും, പലരും വിചാരിക്കും ഇത് നമ്മൾക്കുള്ളതാണോ? നമ്മൾ വലിയ മുതിർന്ന് നമുക്ക് എല്ലാ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. യേശുവേ എനിക്ക് നിന്നെക്കുറിച്ച് കൂടുതൽ കേൾക്കണം, നിന്നെക്കുറിച്ച് കൂടുതൽ കാണണം, എനിക്ക് നിന്നെ ഒന്ന് കൂടുതൽ ആസ്വദിക്കണം എന്ന്. നമ്മൾ മരിക്കുന്നത് വരെ ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. അല്ലാതെ ഇത് വലിയ ഗ്രോണപ്പിൻ്റെ ഇതാണ്, ഇത് ചെറിയ പിള്ളേർക്കുള്ളതാണെന്നുള്ളതല്ല. യു ആർ എവറി ഡേ ഗോഡ് വിൽ റിവീൽ ഹിംസെൽഫ് മോർ ആൻഡ് മോർ ടു യു. വായിച്ചേ, അടുത്ത് 10 വായിച്ചേ. ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ എന്ന് പറയുന്നത് ആത്മീയരെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ആമേൻ. ആത്മാവിനാൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താണ്? ആത്മീയർക്ക്. അപ്പോൾ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് ആത്മാവ് മാത്രമേ വെളിപ്പെടുത്തി തരുള്ളൂ. ആ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ മാത്രമേ കിട്ടുകയുള്ളൂ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മക്കൾക്കേ കിട്ടുകയുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെ ആരാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. റോമാർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം പറയുന്നുണ്ട്, those who are led by the spirit of the living God are sons and daughters of God. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിന് ഇത് എന്തിനാണ് ദൈവം നമ്മൾ ഇതൊക്കെ ചെയ്ത് നമ്മളെ രക്ഷിച്ച് നമുക്ക് ശക്തി തരുന്നത്? അപ്പോസ്തലർ പറഞ്ഞത് 26-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം വായിക്കുക. ഇത് പൗലോസ് അപ്പോസ്തലന് കൊടുത്ത ദൗത്യമല്ല കേട്ടോ. സോറി പൗലോസ് അപ്പോസ്തലന് കൊടുത്തതാണ്, അത് നമുക്കും ഉള്ളതാണ്. ഞാൻ പറയാൻ വന്നത് പൗലോസ് അപ്പോസ്തലന് മാത്രമല്ല എന്നാ. മാത്രം എന്നുള്ളൊരു വേർഡ് വിട്ടുപോയി. പൗലോസ് അപ്പോസ്തലന് മാത്രമല്ല, ദൈവം രക്ഷിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കുമുള്ളൊരു ദൗത്യമാണ്. വായിച്ചേ. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ആമേൻ. ഇത്രേ ഉള്ളൂ. അപ്പോൾ എന്നെ നിങ്ങളെ വിളിച്ചതെന്നാണ്? പിശാചിന്റെ പിടിയിൽ, ടു സ്നാച്ച് പീപ്പിൾ അവേ ഫ്രം ദ ക്ലച്ചസ് ഓഫ് സൈറ്റൻ ആൻഡ് ബ്രിങ് ദം ഇൻടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന വലിയ ശുശ്രൂഷ. നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന പ്രത്യേകമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ 1 കൊരിന്ത്യർ 2-ാമത്തെ അധ്യായത്തിലുള്ളതാണ്. ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, ബ്രിങ്ങിങ് ദ ചിൽഡ്രൻ ഹോം. ഐ വിത്ത് മീ. പന്നിക്കുഴിയിൽ കിടന്ന് നശിക്കുന്ന പിള്ളേരെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ദൈവം നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. അത് വചനത്താലാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്, മനുഷ്യൻ്റെ പ്രയത്നത്താലൊന്നുമല്ല. അത് നമ്മൾ അംഗീകരിച്ച് ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട വലിയ 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 ഒരു നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ശുശ്രൂഷ അത്. ഐ വിത്ത് മീ.
ഹല്ലേലൂയ. കാരണം അങ്ങനെ നമ്മൾ ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾക്ക് ആ ശക്തിയുടെ വചനങ്ങൾ പ്രവചിക്കാനോ പ്രഘോഷിക്കുവാനോ മടിയുണ്ടാകരുത്, നാണമുണ്ടാകരുത്, ലജ്ജയുണ്ടാകരുത്. അതുപോലെ റോമാർക്ക് ലേഖനം 1-16 വചനം പറയുന്നത്, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആദ്യം യഹൂദർക്ക്, പിന്നെ വിജാതിയർക്ക്. എന്ന് വെച്ചാൽ ലോകമെമ്പാടുമുള്ള മനുഷ്യരാശിക്ക് മുഴുവൻ രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ സുവിശേഷമാണ്. സുവിശേഷം ഒറ്റ വചനത്തിൽ പറഞ്ഞാൽ, God so loved the world that he gave his only begotten son, that whosoever believeth in him shall not perish but have everlasting life. That is the good news that the whole world needs to hear. Hallelujah. അപ്പോൾ നമ്മൾ ഒരിക്കലും മടിക്കരുത്. കാരണം നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ വെളിച്ചം, ആ വെളിച്ചം ഒന്ന് വായിക്കുക, 2 കൊരിന്ത്യൻസ് 4-6 വചനം. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 4 അല്ലേ? 4 അല്ലേ അത്? ഞാൻ 6 പറഞ്ഞത്. അല്ല, അത് വേണം കേട്ടോ. അതപ്പം നമുക്കറിയാം, അവിടെ വചനം വെളിച്ചമാണ്. ആ വെളിച്ചം ഈ അവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ പതിക്കാതിരിക്കാനായിട്ട് പിശാച് ഒരു മൂടുപടം ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതാണ് 4-6 വായിക്കുക. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇരുട്ടിൻ്റെ ഇടയിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അതേ ദൈവമാണ് ഇന്ന് ലോകത്തിൻ്റെ, നമുക്കറിയാം 1 പത്രോസ് 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നമ്മൾ വന്നവരാണ്. അങ്ങനെ ലോകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശം തെളിയാൻ വേണ്ടിയാണ് എന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ ശക്തി തന്നിരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നത്. അത് തന്നിരിക്കുന്നത് മനസ്സിലാക്കണം, വലിയൊരു നിധിയാണ്. ആ നിധി ദൈവത്തിൻ്റേതാണ്. ഐ വിത്ത് മീ. അത് നമ്മൾ വിശ്വാസത്തോടെയും, എന്നാ പറയുന്നത്, വിത്ത് ഫെയ്ത്ത്ഫുൾനെസ് അത് ചുമന്ന് നമ്മൾ കൊടുക്കേണ്ടവർക്ക് കൊണ്ട് കൊടുക്കേണ്ടതാണ്. അല്ലാതെ എൻ്റെ കൈ വെച്ചുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു, അല്ലെ എൻ്റെ കൈ വെച്ചതുകൊണ്ട് അവന് സൗഖ്യം കിട്ടുന്നതല്ല. നമ്മൾ വെറും മൺപാത്രങ്ങൾ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ, ദൈവം മണ്ണ് കൊണ്ടൊരു മനുഷ്യനെ മെനഞ്ഞ് he breathed into his nostrils and man became a living soul. അങ്ങനെ എൻ്റെ ഉത്ഭവം മണ്ണാണ്. ഐ വിത്ത് മീ. അതാ ദൈവത്തിൻ്റെ വചനം, നീ മണ്ണാണ്, മണ്ണിലേക്ക് തന്നെ നീ തിരികെ പോകും. അങ്ങനെയുള്ള മൺപാത്രമാകുന്ന എത്ര പേരുണ്ട് ഇവിടെ? നമ്മളെല്ലാം മൺപാത്രങ്ങളാണ്. പക്ഷേ മൺപാത്രത്തിന് വ്യത്യാസം വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, ഞാൻ നേരത്തെ എനിക്ക് പറഞ്ഞ പോലെ, മണ്ണ് ഒരു വിലയില്ലാത്തതാണ് അല്ലേ? ആ വിലയില്ലാത്ത മണ്ണ് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വെരി ഗുഡായപ്പോഴാണ് ദൈവം അവൻ്റെ മൂക്കിലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം ഇട്ടതുകൊണ്ട്. അപ്പോൾ man became a living soul and then God said, this creation is very good. ഒന്നിനും കൊള്ളാത്തവനെ, നിങ്ങളെ, എന്നെയും എല്ലാവരെയും ദൈവം ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ ആത്മാവ് തന്നുകൊണ്ടാണ്. ഹലോ, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വ്യത്യസ്തമായി ദൈവത്തിനെ സ്വന്തമാക്കി എടുത്തത്. അതാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്, യു ആർ എ സ്പെഷ്യൽ ട്രഷർ. ഹലോ, യു ആർ എ പർച്ചേസ്ഡ് പൊസഷൻ. ദൈവം വിലയ്ക്ക് വാങ്ങിച്ചവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ പ്രത്യേക നിധിയാണ്. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അല്ലെങ്കിൽ നീ മണ്ണാണ്. ഹലോ, ഒന്നിനും കൊള്ളാത്ത മണ്ണാണ് നീ. ആ മണ്ണിലേക്ക് തന്നെ നീ പോകും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നുള്ളപ്പോൾ ഒന്നിനും കൊള്ളാത്ത മണ്ണ് ദൈവത്തിൻ്റെ മക്കളാകുക, നിത്യത ദൈവഭവനത്തിൽ ചെലവഴിക്കേണ്ടവരാകുകയാണ്. അങ്ങനെയുള്ളത് കൊണ്ടാണ് അടുത്ത വചനം വായിക്കുക, 2 Corinthians 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ആമേൻ. അപ്പോൾ ഇംഗ്ലീഷിൽ വായിക്കാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഐ ജസ്റ്റ് റീഡ് ഇറ്റ് ഔട്ട് ടു യു. നമ്മൾ ഓരോരുത്തരും ശുശ്രൂഷ ചെയ്യേണ്ട പ്രത്യേകം അറിയേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ മണ്ണാണ്, എല്ലാവരും മണ്ണാണ്, ഇവിടെ ഉള്ള എല്ലാം മണ്ണാണ്. ദൈവം എന്തെങ്കിലും ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. ആർക്കും സ്വന്തം മഹത്വം എടുക്കാനല്ല. ദൈവം തന്നിരിക്കുന്നതെല്ലാം ദൈവത്തിൻ്റേതാണ്. ദൈവം തന്നിരിക്കുന്ന ഓരോ വ്യക്തിക്കും തന്നിരിക്കുന്ന അനുഗ്രഹം ആ വ്യക്തിയുടെ പുകഴ്ചയ്ക്കുള്ളതല്ല, അത് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ വേണ്ടിയാണ്.
അല്ലെങ്കിൽ നീ ദൈവം ഒരിക്കൽ കണക്ക് ചോദിക്കുമ്പോൾ നീ അവിശ്വസ്തനായിട്ടായിരിക്കും ദൈവം നമ്മളെ കാണുക. അതുകൊണ്ടാണ് പറയുന്നത്, ബട്ട് വി ഹാവ് ദിസ് ട്രഷർ ഇൻ earthen vessels that the excellence of the power may be of God and not of us. അപ്പം ഈ എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിന് ആത്മാവിൻ്റെ ശക്തിയുടെ മഹത്വം ദൈവത്തിനാണ് പോകേണ്ടത്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, കാരണം എന്താണ്, ഈ ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ വചനം സക്രിയ പ്രവചന പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കരബലത്താലല്ല സൈന്യബലത്താലല്ല പക്ഷേ എൻ്റെ ആത്മാവിലാണെന്ന് സൈന്യങ്ങളുടെ കർത്താവായ ദൈവം അരുളി ചെയ്യുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ബൈ മൈറ്റ്, ഇറ്റ് ഈസ് നോട്ട് ബൈ പവർ, ഇറ്റ് ഈസ് ബൈ മൈ സ്പിരിറ്റ് says the Lord of hosts. ആ സ്പിരിറ്റ് ദൈവത്തിൻ്റെ ആത്മാവാണ്. അത് മൺപാത്രമാകുന്ന നമ്മളിൽ കഴിവുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ കഴിവ്, നമ്മൾ ബലഹീനതരാണ്, പക്ഷേ ദൈവത്തിൻ്റെ കഴിവ് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവിൽ വഴി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മഹത്വം ദൈവത്തിന് വേണ്ടി തീർച്ചയായിട്ടും കൊടുക്കണം. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം പറയുന്നുണ്ട്, അല്ലേ, യേശു ക്രിസ്തുവിലായിരിക്കുന്നവർ ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം പോയി, പുതിയതെല്ലാം വന്നിരിക്കുകയാണ്. പുതിയതെന്ന് പറയുമ്പോൾ യു ഹാവ് എ ന്യൂ നോളജ്, ദൈവത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ജ്ഞാനം കിട്ടുകയാണ്. പണ്ട് ദൈവം ഒരു ശക്തിയായിരുന്നു, അല്ലെങ്കിൽ ദൈവം ഒരു പ്രതിമയായിരുന്നു. പക്ഷേ ഇന്ന് ദൈവം നമ്മളുടെ പിതാവാണ്, ദൈവം നമ്മളുടെ രക്ഷകൻ, സഹോദരനാണ്, ദൈവം നമ്മളുടെ സഹായകനാണ്. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം കിട്ടുകയാണ്. പിന്നെ ആ പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ജീവിതത്തിലെ ഇവിടുത്തെ ഉദ്ദേശം എന്താണ്, ദ പേർപ്പസ് ഓഫ് ആർ എക്സിസ്റ്റൻസ് ഹിയർ. അത് തന്നെ, അല്ല പട്ടിയും പൂച്ചയും പോലെ ഇവിടെ ജീവിച്ച് മരിക്കാനുള്ളതല്ല. നമ്മൾ ഇവിടെ സ്ഥാനപതികളാണ്. സ്ഥാനപതി എന്ന് പറഞ്ഞാൽ എന്താ, അംബാസിഡർ. വി ആർ ഓൾ അംബാസിഡേഴ്സ്. ദാറ്റ് ഇസ് എ പേർപ്പസ് ഓഫ് അവർ ക്രിയേഷൻ ഹിയർ. പിന്നെ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ശക്തി എന്താണെന്ന് നമുക്കറിയാം, ന്യൂ ക്രിയേഷൻ. മറ്റത് ബലഹീനതായി എന്നാ പറയുന്നത്, ഒരു പ്രത്യാശയില്ലാതെ നിരാശയിൽ കഴിഞ്ഞ വ്യക്തികൾക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആ കരുതലിനെക്കുറിച്ച് അറിയുമ്പോൾ പ്രത്യാശയുണ്ട്, അതിൽ നിന്ന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം നമ്മുടെ പ്രയോറിറ്റീസിനെ കുറിച്ച്. പണ്ട് നമ്മൾക്ക് പ്രയോറിറ്റീസ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു, അല്ലേ? നമ്മൾ ഇങ്ങനെ ഒരു ശനിയാഴ്ച ഈ സമയം എത്രയായി? സമയം 12 മണി. ഇന്ന് പകുതി മുക്കാലും പേരും എല്ലോ ക്ലബ്ബിൽ ബിയർ അടിച്ചിരിക്കുമായിരിക്കും, അല്ലേ? നമ്മുടെ പ്രയോറിറ്റീസ് ആർ ഡിഫറെൻറ്റ്. പല വ്യക്തികൾക്ക് ഇന്നും പ്രയോറിറ്റീസ് ആർ ഡിഫറെൻറ്റ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്താണ്, യേശുവിനെക്കുറിച്ച് അറിഞ്ഞ നമ്മളുടെ ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണെന്നും നമ്മളൊരു യാത്രയിലാണെന്നും ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ യു വിൽ പ്രയോറിറ്റൈസ് യുവർ ലൈഫ്. ഐ വിത്ത് മീ? നമ്മുടെ സമയം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത് എല്ലാം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും വിത്ത് എ ഡെസ്റ്റിനേഷൻ ഇൻ മൈൻഡ്. ഐ വിത്ത് മീ? ഹല്ലേലൂയ. ആരോ പറഞ്ഞതുപോലെ ഏതോ ഒരു ഗ്രൂപ്പിൽ, I think someone was talking about your son's group in Dubai, where they go on a holiday every year. ആ ഹോളിഡേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ 1 ലക്ഷം രൂപയൊക്കെ എടുക്കാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവർ നിശ്ചയിക്കും ഒരു കൊല്ലത്തിന് മുമ്പ് തന്നെ അടുത്ത എന്നാണ് നമ്മൾ പോകുന്നത്, എന്നിട്ട് അതിന് ഇത്രയും ചിലവ് വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പാസ്റ്റർ തന്നെ, ഐ ബിലീവ്, അവരോട് പറയും നിങ്ങൾ സേവ് ചെയ്യണം, ഒരാഴ്ചയിലോ മാസത്തിലോ. അങ്ങനെ ദേ സേവ് അപ്പ് ഫോർ ദാറ്റ് ജേർണി. അത് കേട്ടപ്പോൾ ഞാൻ ആലോചിക്കുക, നമ്മൾ അതുപോലെ ആയിരിക്കണം. നമ്മൾക്കൊരു യാത്രയുണ്ട്, നമ്മൾക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട്, ഉണ്ട്. ആ ഡെസ്റ്റിനേഷൻ പോയി തിരിച്ചു വരും. പക്ഷെ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലേക്ക് തിരികെ വരികയില്ല. ഇറ്റ് ഈസ് എ ശാശ്വതമായ ഇറ്റേണൽ ഡെസ്റ്റിനേഷനാണ്. പക്ഷേ ഒരു കാര്യം കോമൺ ആണ്, അതിനുവേണ്ടി കരുതണം. നീ നെടുന്തോറും കരുതി വെക്കണം. ആ ഡെസ്റ്റിനേഷനിലേക്ക് പോകുവാനുള്ള ഒരു ക്വാളിഫിക്കേഷന് വേണ്ടി പോകാനുള്ള സമ്മതം ദൈവം എനിക്കും നമ്മൾക്കും തന്നു കഴിഞ്ഞു. പക്ഷേ നമ്മൾ അതിനൊരു അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണ്ടേ? മണവാട്ടിയാണ് ശരി, പക്ഷേ മണവാളൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണ്ടേ? അതുപോലെ തന്നെ വി മസ്റ്റ് പ്രയോറിറ്റൈസ് അവർ ലൈഫ്സ്. അങ്ങനെ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കണം. പിന്നെ അധികം സമയം എടുക്കുന്നില്ല, ഒരു 10 മിനിറ്റ് കൂടെ. 1 തെസ്സലോനിയൻസ് 1:5 വായിക്കാം സിസ്റ്ററെ. അവിടെ പറഞ്ഞത് സുവിശേഷം വചനമാണ്, വചനം ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പം ഞാൻ സുവിശേഷം എൻ്റെ ജീവിതത്തിൽ വരുന്നത് ശക്തിയോടെയാണ്, അല്ലാതെ ഒരു പരാജയപ്പെട്ട പലർക്കും യേശു ഇന്നും കുരിശ കിടക്കുക. നീ കുരിശയിലല്ല സഹോദര യേശു ഇന്ന് രാജനും കർത്തനുമായിട്ട് ഹല്ലേലൂയ പിതാവിനെ വലത്തുവശത്തിരുന്ന് വാഴുകയാണ്. ഹല്ലേലൂയ. വായിച്ചേ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. ആമേൻ. പല വ്യക്തികളും പറയല്ലേ, നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിച്ചു, എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല.
നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിനേക്കാൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മോശമാണ്. ദൈവത്തിന് അങ്ങനെയല്ല പറയുന്നത്. ഇറ്റ് കംസ് വിത്ത്, ഐ ടെൽ യു സംതിങ്, ഫോർ അവർ ഗോസ്പൽ ഡിഡ് നോട്ട് കം ടു യു ഇൻ വേർഡ് ഓൺലി ബട്ട് ഓൾസോ ഇൻ ദ പവർ. വചനം വെറും ഇവിടെ ടെക്സ്റ്റായിട്ടല്ല, ആ ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ദർ ഇസ് ഇൻ ദി ലോഗോ വേർഡ് ദർ ഇസ് ഓൾസോ ദി റീമ പവർ ഓഫ് ഗോഡ്. ദ ഡുനാമിസ് പവർ ഓഫ് ഗോഡ് ഇസ് ദെയർ. ആർ യു വിത്ത് മീ? യു ഹാവ് ടു റിലീസ് ഇറ്റ്. എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്? എങ്ങനെയാ നമുക്കറിയാം, തൃശ്ശൂർ പൂരത്ത് അവിടെ കൊണ്ട് അമിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടുമോ? കത്തിക്കണം. അമിട്ട് പൊട്ടണമെങ്കിൽ അത് കത്തിക്കണം, അല്ലേ? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് അതിന് ശക്തി കാണുന്നുണ്ടെങ്കിൽ വിശ്വാസം കൊണ്ട് അത് ടച്ച് ചെയ്യണം. നമുക്കറിയാം ആ രക്തസ്രാവ സ്ത്രീ, അല്ലേ? പത്രോസ് ചോദിച്ചത് വളരെ കറക്റ്റാണ് യേശുവിനോട്. ഇത്ര വലിയ ആൾക്കൂട്ടം ഉള്ളപ്പോൾ ആരാ തൊട്ടതെന്ന്? അത് ശാരീരികതയുള്ള സ്പർശനമല്ല, വിശ്വാസത്തിൻ്റെ സ്പർശനം. ജീസസ് വാസ് ടച്ച്ഡ് ഇൻ ഫെയ്ത്ത്. അത് ഒറ്റ പെണ്ണെ ടച്ച് ചെയ്തുള്ളൂ. ബാക്കി എല്ലാവരും നാട്ടിൽ ഒരു കൂട്ടുകാരായിട്ട് ഒരു പൊളിറ്റീഷ്യൻ വരുമ്പോൾ പോകുന്ന പോലെ തന്നെ ഒരു റിലീജിയസ് ലീഡർ വന്നപ്പോൾ കുറേ എന്തെങ്കിലും അത്ഭുതങ്ങൾ കിട്ടും, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ വിശ്വാസത്തോടെ ഒരു സ്ത്രീ മാത്രമേ യേശുവിനെ സ്പർശിച്ചിട്ടുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മളുടെ ജീവിതത്തിൽ അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ടച്ച് ദ വേർഡ് ഇൻ ഫെയ്ത്ത്. ഒന്ന്. പിന്നെ അങ്ങനെ എന്നാ, it was not in word only but also in power and in the Holy Spirit. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞതാണ് വചനം. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്കറിയാം, തിമോത്തിയുടെ ലേഖനം 2 Timothy 3:16 and 17 പറയുന്നുണ്ട്, all scripture is spirit breathed. All scripture is spirit breathed. It is given for എന്താണ്? doctrine, instruction, reproof and correction. Are you with me? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞതാണ് വചനം. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ടു ദ പോയിന്റ് ഓഫ് എക്സ്പ്ലോഡിങ്. ഡുനാമിസ് പവർ കൊണ്ട് അത് ഒരു തീക്കനല്, വിശ്വാസത്തിൻ്റെ ഒരു കനല് അടുത്തൂടെ പോയാൽ മതി, പൊട്ടും. അങ്ങനെ ദൈവത്തിൻ്റെ വചനം ഇരിക്കുകയാണ്, ടു എക്സ്പ്ലോഡ്. ആൻഡ് ഇറ്റ് സേസ് ആൻഡ് ഇൻ മച്ച്, ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വേർഡ്, എഷ്യൂറൻസ്. എഷ്യൂറൻസ് എന്താണ്? വചനം പൂർത്തീകരിക്കും. നേരത്തെ നമ്മൾ കേട്ടല്ലോ, ദി കവണന്റ് ഓഫ് ഗോഡ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനം ഒരു വള്ളിയോ പുള്ളി പോലും മാറുകയില്ല. ദർ ഇസ് എഷ്യൂറൻസ്, ദർ ഇസ് കംഫർട്ട് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. പിന്നെ 2 Thessalonians 1:11 വായിക്കാം സിസ്റ്റർ. Therefore we also pray always for you that our God would count you worthy of this calling and fulfill all the good pleasure of his goodness and the work of faith with power. So 2 Thessalonians 1:11. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന്. I think you are reading the wrong verse. 2 Thessalonians 1:11. ആണോ? ഓക്കെ, പ്ലീസ് റീഡ്. നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിനുള്ള സകല താല്പര്യവും വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരണമെന്നും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ഇതിൻ്റെയൊക്കെ ഓർഡർ അറേഞ്ച്മെൻറ്റ് വ്യത്യാസമാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പം ഇംഗ്ലീഷിൽ വായിക്കണം ഇങ്ങനെയാണ്. Therefore we also pray always, ഒന്ന്, for you that our God would count you worthy of this calling. നമ്മളെ ഒരു വിളിയുണ്ട്, ആ വിളിക്കൊരു യോഗ്യത, അല്ലേ? ആ യോഗ്യത എപ്പോഴാണ്? വിശ്വസ്തത കാണിക്കുമ്പോഴാണ്. ഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്നത് എന്താണ്? ഫെയ്ത്ത് കൊണ്ട് നിറഞ്ഞിരിക്കുക, അതാണ് ഫെയ്ത്ത്ഫുൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സോ ഒന്ന്, ദാറ്റ് യു വുഡ് ബി വേർതി ഓഫ് ദ കോളിംഗ്. 2, ഫുൾഫിൽ ഓൾ ദ ഗുഡ് പ്ലഷർ ഓഫ് ഹിസ് ഗുഡ്നെസ്. അപ്പോൾ എന്താണ്? അവൻ്റെ പെർഫെക്റ്റ് വിൽ, അവൻ്റെ ഉദ്ദേശം, നമ്മളെ വിളിച്ചതിൻ്റെ ഉദ്ദേശം നമ്മൾ നിർവഹിക്കുമെന്നുള്ളത്. ഫുൾഫിൽ ദ പേർപ്പസ് ഓഫ് ഹിസ് ഗുഡ് പ്ലഷർ. 3, ആൻഡ് ദ വർക്ക് ഓഫ് ഫെയ്ത്ത് വിത്ത് പവർ. അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മൾ വിശ്വാസത്താൽ അവൻ്റെ ശക്തിയാൽ പ്രവർത്തിക്കും. ഐ വിത്ത് മീ? ഇതാണ് ശുശ്രൂഷ ചെയ്യാനുള്ള നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട്. ഐ വിത്ത് മീ? സഭയിലുള്ള ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ വിളികളാണുള്ളവർ, പക്ഷേ എല്ലാവർക്കും ഒരു വിളിയുണ്ട്. ആ വിളി നമ്മൾ നിറവേറാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. ആ ശക്തി ദൈവത്തിൻ്റെ ആത്മാവിനാണ് തരുന്നത്.
അപ്പോൾ വിശ്വസ്തത, നമുക്കറിയാം ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് 5 താലന്റ് കൊടുത്തു, വേറെ വ്യക്തിക്ക് 2 കൊടുത്തു, വേറെ ഒരാൾക്ക് 1 കൊടുത്തു. അതൊക്കെ ദൈവത്തിൻ്റെ കണക്കനുസരിച്ച് ഓരോ വ്യക്തിയുടെയും കഴിവും ഒക്കെ അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കണം, 5 കിട്ടിയാലും 2 കിട്ടിയാളെ കുറിച്ചും ദൈവം അവരോട് പറഞ്ഞത് വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻ്റ്. അയുദ്മി. അപ്പം നമ്മളെ ഓരോരുത്തരും ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഏതായാലും അത് വിശ്വസ്തയോടെ ചെയ്യണം. ദാറ്റ് ഇസ് വൈ സേസ് ടു ഡു ഹിസ് ഗുഡ് വിൽ, അക്കോർഡിംഗ് ടു ഇംഗ്ലീഷ് ഇങ്ങനെ പറയുന്നത്, ഫുൾഫിൽ ഓൾ ദ ഗുഡ് പ്ലഷർ ഓഫ് ഹിസ് ഗുഡ്നെസ്. അവൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെയുള്ളത് വേണം, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ആ വചനത്തിൽ പറയുന്നത്. പിന്നെ ഒരു വചനം കൂടെ, യാക്കോസ്യയുടെ ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം. Of his own will he brought us forth by the word of truth, that we might be a kind of first fruits of his creatures. നാം അവൻ്റെ സൃഷ്ടിയിലുള്ള ആച്ഛാദനമോ ഇല്ല. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ആമേൻ. ആദ്യഫലം, ഫസ്റ്റ് ഫ്രൂട്ട്സ് എവിടെയാണ് കൊടുക്കുന്നത്? കമ്പോളത്ത് കൊണ്ടുപോകല്ലേ ആദ്യം. ഫസ്റ്റ് ഫ്രൂട്ട്സ് ദൈവത്തിന് കൊടുക്കും. പിന്നെ നമ്മൾക്ക് ഒരു വിചാരിച്ചോ, എന്താ പറയുന്നത്, ഒരു ഉദാഹരണം പറയുക. ഫസ്റ്റ് ഫ്രൂട്ട്സായിട്ട് ഒരു കൃഷിക്കാരൻ കുറേ ചക്കയുണ്ടെന്ന് വിചാരിച്ചോ. പല ചക്കകളുണ്ട്. ഫസ്റ്റ് ഫ്രൂട്ട്സായിട്ട് ഏത് ചക്ക ഏറ്റവും എടുക്കുക? ആദ്യം ബെസ്റ്റ്. നമ്മൾ കന്നുകാലിയാണെങ്കിൽ ഏതെടുക്കുക? അപ്പോൾ ദൈവം എന്നെയും നിങ്ങളെ തിരഞ്ഞെടുത്തത് ബെസ്റ്റിന് വേണ്ടിയാണ്. Are you with me? The first fruits are offered to God, and first fruits are the best. Are you with me? അതുപോലെ ആയിരിക്കണമെന്ന് ദൈവം പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. Hallelujah. It says, of his own will he brought us forth by the word of truth, that we might be a kind of first fruits of his creatures. That is ഒരു പറയുകയാണെങ്കിൽ the best offered to God as a sacrifice. ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാണ്. ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും നല്ലതായതും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സ്വഭാവം തന്നെ കാണിക്കണം. വി മസ്റ്റ് ബി ദ ബെസ്റ്റ് ഇൻ സൊസൈറ്റി. Are you with me? നമ്മളുടെ സമൂഹത്തിലും നമ്മുടെ സഭയിലുമൊക്കെ യു മസ്റ്റ് ബി എക്സംപ്ലറി, ബിക്കോസ് യു ആർ ദ ബെസ്റ്റ് ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫർഡ് ടു ഗോഡ്. ഒരു വചനം കൂടെ വെച്ചിട്ട് നമുക്ക് നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 12-ാമത്തെ വചനം. ഈ സത്യം നമ്മൾ ഇങ്ങനെ ദൈവത്തിന് ആത്മാവിൻ്റെ സാന്നിധ്യം തന്നിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ലൂക്കായുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ കേട്ടു എങ്ങനെയാണ് യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ആത്മാവിനാൽ നിറയപ്പെട്ടിട്ട് ഗലീലയിലേക്ക് വന്നു. അതുപോലെ തന്നെ ദൈവം എന്നെയും നിങ്ങളെയും ആത്മാവിനാൽ നിറയ്ക്കുന്നുണ്ടെന്നാണ്. ആ നിറച്ചിരിക്കുന്നത് എന്താണ്? ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനാണ്. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മൾക്ക് കഴിവുകൾ തന്നിട്ടുണ്ട്. ആ കഴിവിൻ്റെ അളവിനെ കുറിച്ചാണ് പറയുന്നത്. വായിക്കാം, ജോൺ 14:12. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ആമേൻ. This is the confidence that you and I must have. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടതുകൊണ്ട്, ദൈവത്തെ രാജ്യത്തിന് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ട്, യേശു ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഞാൻ ചെയ്യും. പിന്നെ യേശു ഒന്ന് ക്വാളിഫൈ ചെയ്യുക, നോട്ട് ഓൺലി ദാറ്റ് യു വിൽ ഡു മച്ച് മോർ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മളിൽ നിന്ന് മച്ച് മോർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഐ വിത്ത് മീ? ഹലോ, പിതാവായ ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്ട്സ് മച്ച് മോർ. ഇഫ് ഗോഡ് സെസ് യു ക്യാൻ ഡു and you are given the enablement to do it, the enablement is the Holy Spirit, then you must do much more than Jesus did, because God wants you to do. You are not competing with Jesus. Are you with me? നമുക്കറിയാം, എലൈഷ പ്രവാചകൻ ചെയ്തതിൻ്റെ നേരെ ഇരട്ടിയാണ് എലീഷ പ്രവാചകൻ ചെയ്തത്. അത് കോമ്പറ്റീഷൻ ഒന്നും അല്ലായിരുന്നു, ബിക്കോസ് ഹി ഗോട്ട് എ ഡബിൾ അനോയിന്റിങ്. ഹലോ, എലൈഷയുടെ ഇരട്ടി പങ്ക് എലീഷയ്ക്ക് കിട്ടി. അത് എലൈഷയുടെ അനോയിന്റിങ് ഇരട്ടിയാണ്. പക്ഷെ നമ്മൾക്ക് കിട്ടിയതെന്താ? ദൈവത്തിൻ്റെ യേശുവിൻ്റെ അനോയിന്റിങ്ങിൻ്റെ. ഹല്ലേലൂയ. ആർ യു വിത്ത് മീ? അപ്പോൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ എന്തുമാത്രം നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹോദരി നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ന്യായ സിംഹാസനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ
മത്തായിയുടെ സുവിശേഷം 25 വചനത്തിലെ അത് തന്നെ സംഭവിക്കും. അല്ലാതെ അവരുടെ ഒരു പാർഷ്യാലിറ്റി അല്ല. എന്നോടും നമ്മളോടും ചോദിക്കും, ഞാൻ നിനക്ക് തന്ന ടാലൻറ്റ് നീ എത്ര ദൈവരാജ്യത്തിന് വേണ്ടി വർദ്ധിപ്പിച്ചു? ഇത് ചോദിക്കും സഹോദര. അതുകൊണ്ട് നമ്മളുടെ പ്രയത്നം ഇതായിരിക്കണം. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ടാലൻറ്റ് ചിലപ്പം മറ്റുള്ളവരോട് വചനം പറയാനായിരിക്കും. ചിലപ്പോൾ വലിയ സ്റ്റേജൊക്കെ കടന്ന് പറയുന്നതിന് പകരം വ്യക്തിപരമായ 1-to-1 ആയിരിക്കും. പലപ്പോഴും അതാ മോസ്റ്റ് ഇഫക്റ്റീവ്. ഐ വിത്ത് മീ. ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും. ചിലപ്പോൾ കണ്ടുപോലും കാണുകയില്ല. ചിലപ്പോൾ ടെലിവിഷനിൽ വഴി പ്രാർത്ഥനയ്ക്ക് ചോദിച്ചു കാണുമായിരിക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. അല്ലെങ്കിൽ ചിലവർക്ക് വേണ്ടി അവരെ പോയി കണ്ട് അവരെ ആശ്വസിപ്പിക്കുകയായിരിക്കും. എനിക്കറിഞ്ഞുകൂടാ, ദൈവം നമ്മൾക്ക് ഓരോരുത്തരും വ്യക്തിപരമായി തന്നിരിക്കുന്ന ടാലൻസ് നമ്മൾ ഉപയോഗിക്കണം. അതുപയോഗിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അല്ലാതെ വചനം പ്രഘോഷിക്കുന്ന വ്യക്തി മാത്രമാണ് ദൈവത്തിന് രാജ്യം അല്ല. വാതിൽ തുറക്കുന്ന വ്യക്തിയും ദൈവത്തിന് വേണ്ടി പ്രവചിക്കുക. കസാര ഇടുന്ന വ്യക്തി